പാലക്കുന്നുകഴകം ചിറമ്മൽ പ്രാദേശിക പരിധിയിലെ മലാങ്കുന്ന് തല്ലാണി വയനാട്ടുകുലവൻ തറവാട്ടിൽ ഏപ്രിൽ 16 മുതൽ 19 വരെ നടക്കുന്ന തെയ്യംകെട്ടിന് കൂവം അളന്നു. തെയ്യംകെട്ടാൻ നിയുക്തരായവർക്ക് അടയാളം കൊടുക്കൽ ചടങ്ങും ഇതോടനുബന്ധിച്ച് നടന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പാലക്കുന്നുകഴകം ചിറമ്മൽ പ്രാദേശിക സമിതിയുടെ പരിധിയിൽപ്പെടുന്ന മലാങ്കുന്ന് തല്ലാണി തറവാട്ടിൽ ഏപ്രിൽ 16 മുതൽ 19 വരെ നടക്കുന്ന തെയ്യംകെട്ടിന് ശനിയാഴ്ച രാത്രി കൂവമളന്നു. നെല്ലിൻ കൂമ്പാരത്തിൽ ആചാരസ്ഥാനികരും ചൂട്ടൊഴിപ്പിക്കാൻ നിയുക്തരായ കാരണവരും മറ്റു ബന്ധപ്പെട്ടവരും മഞ്ഞൾപ്പൊടി വിതറി പ്രാർത്ഥിച്ച ശേഷം വിഷ്ണുമൂർത്തിയുടെ വെളിച്ചപ്പാടൻ അരവിന്ദൻ കാസർഗോഡും തൊണ്ടച്ചന്റെ വെളിച്ചപ്പാടൻ ഗംഗാധരൻ നാരമ്പാടിയും അനുബന്ധ ചടങ്ങുകൾ പൂർത്തിയാക്കി. ചുവാണിയിടത്തും 10-16 പൊലിപ്പിച്ചു നൽകുന്ന സകല ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്രം 21 ഇടങ്ങളിൽ. തുടർന്ന് മുക്കുന്നോത്ത് കുട്ട്യൻ കാരണവർ വാലിക്കാരുടെ സഹായത്തോടെ വിവിധ ഇടങ്ങളിലേക്കുള്ള നെല്ല് അളന്ന് കെട്ടുകളാക്കി മാറ്റിവെച്ചു. തറവാട് തിരുമുറ്റത്ത് കൂട്ടിയിട്ട നെല്ലിൻ കുമ്പാരത്തിൽ നിന്ന് സമീപ പ്രദേശങ്ങളിലെ ആരാധനാലയങ്ങളിലേക്ക് നിശ്ചിത അളവിൽ നെല്ല് അളന്നു മാറ്റിവെക്കുന്ന ചടങ്ങാണ് കൂവമളക്കൽ. തെയ്യംകെട്ടുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമേറിയ അനുഷ്ഠാനമാണിത്. തറവാടുകളിൽ ഉത്സവാഘോഷങ്ങൾ നടക്കുമ്പോൾ നാട്ടിലെ പ്രമുഖമായ ദേവാലയങ്ങളെ മറന്നുപോകരുതെന്ന ഓർമ്മപ്പെടുത്തലാണ് കൂവമളക്കൽ ചടങ്ങ്. കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര, തൃക്കണ്ണാട് ത്രയംബകേശ്വര, ഈഴൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലേക്ക് 21 ഇടങ്ങഴി വീതവും, കോട്ടപ്പാറ വയനാട്ടുകുലവൻ തറവാട്ടിലേക്ക് 2 പറയും, കരിപ്പോടി വിഷ്ണുശാസ്ത, പനയാൽ മഹാലിംഗേശ്വര, ഉദയമംഗല മഹാവിഷ്ണു, തിരുവക്കോളി പാർത്ഥസാരഥി, അച്ചേരി മഹാവിഷ്ണു, അരവത്ത് സുബ്രഹ്മണ്യസ്വാമി, ബേക്കൽകോട്ട ആഞ്ജനേയ, പൂച്ചക്കാട് മഹാവിഷ്ണു, മലാങ്കുന്ന് ശാരദാംബ, പാക്കത്തപ്പൻ മഹാദേവ, പാക്കം മഹാവിഷ്ണു, പൊയ്നാച്ചി അയ്യപ്പ, ദേവൻ പൊടിച്ചപാറ അർദ്ധനാരീശ്വര ക്ഷേത്രങ്ങളിലേക്ക് 11 ഇടങ്ങഴി വീതവും, 2 കൈവീതുകൾക്കായി 2 പറ വീതവും, അനുബന്ധിച്ച ചടങ്ങുകൾക്കായി 7 പറ വീതം പച്ചരിയും പുഴുങ്ങലരിയുമാണ് അളന്നത്. പാലക്കുന്ന് ഭഗവതി ക്ഷേത്രമടക്കം വിവിധ ആരാധനാലയങ്ങളിൽ ദീപത്തിന് എണ്ണയും നൽകും. തെയ്യം കെട്ടാൻ നിയുക്തരായവർക്ക് അടയാളം കൊടുക്കൽ ചടങ്ങും ഇതോടനുബന്ധിച്ച് നടന്നു. കൂവമളന്ന് മാറ്റിവെച്ച നെല്ല് അതാതിടങ്ങളിൽ വൈകാതെ എത്തിക്കുമെന്നും ചടങ്ങിലെത്തിയ 3000-ലേറെ ഭക്തർക്ക് ഭക്ഷണം വിളമ്പിയെന്നും ആഘോഷ കമ്മിറ്റി ചെയർമാൻ CH നാരായണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.